ഫിൽ ലൈലത്തി സാനിയത അശർ, അതേ സമയത്ത് ഫിൽ ലൈലത്തി സാനിയത അശർ 12ാമത്തെ രാവിലെ യഹ്ദുറൂന ഫീ മൗലിദിഹി ഖൽഖുൻ കസീറുൻ മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ വൽ ഖുദാതി വൽ മുഅദ്ദിനീന വൽ മുജാവിരീന വൽ ഖതീബ് വജമീഉൽ ഖൽഖ് മിനൽ റിജാലി വൻ നിസാഇ വസ്സിഗാരി വൽ കിബാരി മിനൽ മക്കിയ്യീന വഗൈരിഹി, മക്കാനിവാസികളും അല്ലാത്തവരുമായ ഖാദിമാരും പണ്ഡിതന്മാരും ഫുഖഹാക്കളും അതുപോലെ ബാങ്ക് കൊടുക്കുന്നവരും ഖതീബും എല്ലാവരും ഒരുമിച്ച് കൂടും. യഅ്തൂന മഅഹും ബിശ്ശുമൂഇ വൽ ഖനാദീലി, മെഴുകുതിരി കത്തിച്ചും വിളക്ക് കത്തിച്ചുമൊക്കെയാണ് അവർ വരിക. വയഖ്തുബുൽ ഖതീബു അലൽ മിമ്പർ, അന്ന് ഖതീബ് പ്രത്യേകം ഒരു പ്രസംഗം നടത്തും. വയദ്കുറു മൗലിദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ സംബന്ധിച്ച് അദ്ദേഹം പറയും. വഅലാമാതിഹി, നബി തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെ കുറിച്ച് പറയും. സുമ്മ യുസല്ലൂന തതവ്വുആത്ത്, പിന്നെ അവർ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് വയഖ്റുജൂന ഫൗജൻ ഫൗജൻ, അവരങ്ങനെ റാലിയായി കൂട്ടം കൂട്ടമായി ഇറങ്ങും. വയതസദ്ദഖൂന അലൽ ഫുഖറാ, ധാരാളം അൽ മസാകീൻ, സാധുക്കൾക്ക് അവർ ധർമ്മം ചെയ്യും. വയുളീഫൂന അൽ മആരിഫ വൽ മുജാവിരീന വൽ ഫുഖറാഇ വസ്സാലിഹീൻ, ധാരാളം സജ്ജനങ്ങൾക്ക് അവർ സൽക്കാരം നൽകും. വഫീ യൗമി ത്സാനി അശ്റ ബഅദ സ്വലാത്തി സുബ്ഹ്, റബീഉൽ അവ്വൽ 12 സുബ്ഹിന്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം സുബ്ഹിയോട് അടുത്ത സമയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സുബ്ഹിക്ക് നേരെ തൊട്ട് മുമ്പാണോ അല്ല സുബ്ഹി ആയ ഉടനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായം ഉണ്ട്. അതേ അസഹായ അഭിപ്രായമനുസരിച്ച് സുബ്ഹി ആയ ഉടനെയാണ്. ചില പണ്ഡിതന്മാർ സുബ്ഹിക്ക് തൊട്ട് മുമ്പാണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ശരി, അവിടെ പറയാണ് സുബ്ഹി നിസ്കാരത്തിന് ശേഷം യഫ്തഹൂന ബാബൽ കഅബ, കഅബയുടെ വാതിൽ തുറക്കും. വയദ്ഖുലുഹന്നാസ്, അവിടെ ജനങ്ങൾ പ്രവേശിക്കും. വയുസല്ലൂന ഫീഹാ, അവിടെ അവർ നിസ്കരിക്കും. വയസ്തഹിമൂന ഫീഹാ, കഅബയിൽ അവർ തിങ്ങിക്കൂടും. സുമ്മ യഖ്റുജൂന, പിന്നീട് അവർ കൂട്ടം കൂട്ടമായി പുറത്തു വരും. മിനൽ ഉലമാഇ, ആലിമീങ്ങൾ, വൽ മുജാവിരീൻ, അവിടെയൊക്കെ ഉള്ള ആളുകൾ, വൽ മശായിഖ്, മശായിഖന്മാർ, വലിയ വലിയ ഗുരുക്കന്മാരായ പണ്ഡിതന്മാർ. യംസൂന ഇലാ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ജനിച്ച സ്ഥലത്തേക്ക് അവർ നടന്നു പോകും. മാഷാ അല്ലാഹ്, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പേരോടുസ്താവും പറഞ്ഞത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, അന്നഹു വുലിദ നഹാറൻ ഹാദാ ഹുവൽ അസഹു കമാ സറഹ ബിഹി ഹദീസ് മുസ്ലിമിൻ വഗൈരിഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറച്ചാണ്ട് തെറ്റിയാണ്. ബുഐദൽ ഫജ്രി, ഫജ്റിന്റെ തൊട്ടു ശേഷം. ബഅദൽ ഫജ്രി പറഞ്ഞാൽ ഫജ്റിന്റെ ശേഷം. ബുഐദൽ ഫജ്രി പറഞ്ഞാലോ ഫജ്റിന്റെ തൊട്ടു ശേഷം. പേരോടുസ്താവ് പ്രയോഗിച്ച പ്രയോഗം നോക്കിയാൽ നിങ്ങൾ അതന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും പറഞ്ഞേ. എടാ ഊള മജീദേ, എത്ര ഇന്നലെ എന്നോട് ഞാൻ ചോദിച്ചു തുടങ്ങിയില്ല, സുബഹിന്റെ ശേഷമാണെന്നുള്ളതാണ് അസഹ് എന്നുള്ളത് ഇബാറത്ത് ഇവിടെ കൊണ്ടുവന്ന് എഴുതടോ. ആ കിതാബ് നക്കലിന്റെ രേഖ ഇവിടെ വിട്. ആരോടോ ഞാൻ കിതാബ് പറഞ്ഞിട്ടുണ്ട്? അന്നോടോ? അനക്ക് എന്തേ തിരിയാൻ കഴിയേ? ഞാൻ നിങ്ങളോട് ഈ ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ നൗഷാദിനെ അല്ലെങ്കിൽ കുഞ്ഞാമീനെ അല്ലെങ്കിൽ അൻവരിനെ ഏതെങ്കിലും ഒന്നിനോട് കൊണ്ടുപോവാ, ഈ വിഷയം വെച്ച് തന്നെ ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പേരോടുസ്താദ് പറഞ്ഞ ആ വിഷയം വെച്ച് ചർച്ച ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനോട് കൊണ്ടുപോവാ, ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അന്നോട് എന്ത് പറയാനാ? എന്ത് കിതാബ് പറഞ്ഞു തരാനാ അന്നോട്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ അസഹായ അഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് നഹാറിലാണ്, സുബഹിയോട് അടുത്ത സമയത്താണ്, സുബഹിന്റെ തൊട്ടു ശേഷമാണ് എന്ന് പറഞ്ഞ എത്ര പണ്ഡിതന്മാരുണ്ട്. അതല്ലേ പേരോടുസ്താദ് പറഞ്ഞ. അത് തെളിയിക്കാൻ മജീദ് ആൺകുട്ടിയെ പോലെ റെഡിയാണ്. നൗഷാദിനെ കൊണ്ടുവരൂ, അൻവരിയെ കൊണ്ടുവരൂ, അതല്ല കുഞ്ഞാമീനെ കൊണ്ടുവരൂ. അല്ലാതെ അന്നോട് എന്ത് ചർച്ച ചെയ്യാനാ? വേഗം കൊണ്ടുപോവാ, ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ റെഡിയാ. ആരടുത്തേക്ക് ആളെ കൊണ്ടുവരണേ? എന്നെ പോലത്തെ ഊളകൾ എടുത്തുക്കോ. 5 കായ്ക്ക് വിലയില്ലാത്ത എന്നെ പോലത്തെ ഞാഞ്ഞൂളുകൾ എടുത്തുക്കോ. ഉള്ളിപ്പില്ലാതെ ഇവിടെ അസഹ് അതാണ് കിതാബിലുള്ളതാണ് പേരോടും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് മുങ്ങി നടക്കണ, വേറെ ബളബളടിച്ചാണ് ബബ്ബടിച്ച് നടക്കണ എൻ്റെ അടുത്തേക്കാണോ കൊണ്ടുവരണ്ടേ? ആളെ കൊണ്ടുപോവാ ചങ്ങായി, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഇതിങ്ങനെ റൈസാകേണ്ട ആവശ്യം എന്താ?
മാനാ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞതാ. ആരാ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ മനസ്സിലാക്കിയേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടോ? അത് ഇമാമിയങ്ങൾ പറഞ്ഞതേ പറയൂ, അതേ ഇത്രകാലം പറഞ്ഞിട്ടുള്ളൂ. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞത്. അന്നഹു വുലിദ നഹാറൻ ഹാദാ ഹുവൽ അസഹു. കേട്ടോ, ഇതാണ് അസഹായ അഭിപ്രായം. ആ അസഹായ അഭിപ്രായമാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇനി ഇതിന് എതിരെ പറയാൻ, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്കെതിരെ പറയാൻ ആരാ അവിടെ ഉള്ളത്? എന്താ ഈ വിഷയത്തിൽ നൗഷാദ് മുണ്ടാത്തെ? നൗഷാദ് മുണ്ടട്ടെ, അല്ലെങ്കിൽ അൻവരി മുണ്ടട്ടെ, അല്ലെങ്കിൽ കുഞ്ഞേമ്മ മുണ്ടട്ടെ. അപ്പൊ മണിയായിട്ട് കിതാബ് കൊണ്ടുവരും, വരിയായിട്ട് കിതാബുകൾ കൊണ്ടുവരും. പറട്ടെ, ഈജൊക്കെ ദത്ത് ചകായെ ആരാ എന്നോടൊക്കെ കിതാബ് ഓതി പറഞ്ഞു തരണം എനിക്ക്. ആദ്യം നൗഷാദ് ഈ വിഷയവുമായി സംസാരിക്കട്ടെ. എന്തേ നൗഷാദ് വേങ്ങനെയെന്ന് സംസാരിക്കാൻ ചെയ്തിട്ടിട്ട് എന്തേ ഈ ക്ലിപ്പിട്ട് നൗഷാദ് സംസാരിക്കാതിരുന്നത്? നൗഷാദ് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞേമ്മ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അൻവരി സംസാരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വരും മറുപടികൾ. ഞാൻ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് വേണോ? എന്നാ നൗഷാദിനോട് ചോദിച്ചു നോക്ക്. അല്ല, ഇങ്ങനെ ഉണ്ടോ കിതാബിലൊക്കെ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞുകൂണോ? ചോദിച്ചു നോക്കോ ഓനോട്. ഓനറിയാ, ഓൻ അതുകൊണ്ടായത് ക്ലിപ്പിട്ട് പറയാഞ്ഞേ. ഇതോൻ പറയട്ടെ ഇൻഷാ അല്ലാഹ്, ബാക്കി ഞാൻ പറയും. ഒപ്പം ഇജ്ജ് റൈസാണ് വർത്താനം പറയണ്ടല്ലോ. എനിക്കിങ്ങനെ റൈസാകാൻ അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞ വിചാരം. എടോ, ഞാനൊക്കെ എന്നോട് എത്രയോ മാന്യമായിട്ട് സംസാരിച്ച് സ്പീഡ് കുറച്ച്, ശബ്ദം കുറച്ച് എന്നോടൊക്കെ സംസാരിക്കണം. എന്താ പറയുക, ഞങ്ങൾ കീപ്പ് ചെയ്യണം, മാന്യതയാണിത്. പഹയ അന്യകാട്ടി നല്ല ഒച്ചയിലും സ്പീഡിലും ഇജ്ജ് പറഞ്ഞിക്കാട്ടി ഉഷാറായിട്ട് പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ താക്കത്തില്ലാണ്ടോ എന്നല്ല തെണ്ടി. ഇജ്ജ് കേട്ടിട്ടില്ല അൻസിലിന്നാസ മനാസിലഹുന്ന്? അന്നൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഷ തെണ്ടിന്നും തമ്മാടിയെന്നും നാറിയെന്നും ഒക്കെ തന്നെടോ. സുന്നത്ത് ജമാഅത്തിന് അഹ്ലുസുന്നനെയും പാരമ്പര്യമായിട്ടും മുസ്ലിം സമൂഹം, സുന്നി സമൂഹം ആചരിച്ചു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഹുബിൻ്റെയും ഇഷ്കിൻ്റെയും മാനദണ്ഡങ്ങളായി അവർ പള്ളികളിൽ പോയി അവർ വലിയ റാഹത്തിലും സന്തോഷത്തിലും ആ മുഹൂർത്തം കാത്തു നിൽക്കുന്ന ആ മുഹൂർത്തത്തിനെ പേരോടം ചോദ്യം ചെയ്തപ്പോൾ ഓൻ്റെ കാസനം താങ്ങുന്ന അന്നെ മുത്തുനബിൻ്റെ ഏറ്റവും വലിയ വിരോധിയായിട്ട് മുസൈലമത്തുൽ കസ്സാബിനെ വിളിച്ചതിനെക്കാട്ടി അപ്പുറം എന്താടോ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിലനുസരിച്ച് അതിൻ്റെ പരമാവധി പറയല്ലാതെ എന്നൊക്കെ പിന്നെ എന്താ പറയേണ്ടത്? ഈ പരമതെണ്ടിയും പരമനാറിയുമാണ്. അതാ സംസ്കാരം. അല്ല തെണ്ടികളെ പണ്ഡിതെന്ന് വിളിക്കാനല്ല സംസ്കാരം. ഇതിപ്പോ ശരിക്കും പച്ചവെള്ളം കുടിച്ചാണ്ട് തന്നെയാണോ സംസാരിക്കണത്? അതല്ല വേറെ എന്തേലും കുടിച്ചിക്കണോ? അതല്ല നായിൻ്റെ ഹോട്ടിൽ വേറെ എന്തേലും വെച്ചിക്കണോ? കഞ്ചാവ് അടിച്ചിക്കണോ? ചോദിച്ചു പോവാണ്. എന്താ ചങ്ങായി എൻ്റെ ഒക്കെ അവസ്ഥ? എൻ്റെ കൈയൊക്കെ ആണല്ലോ പോയത്, അതോ ഷെയ്ഖ് പിടിച്ചിക്കണെന്ന് പറഞ്ഞേ. വല്ലാത്ത ആ ഷെയ്ഖിന്റെ ഒരു കഥ നോക്കിയാണ് നിങ്ങള്. വല്ലാത്തൊരു ഷെയ്ഖ് തന്നെയാണ് അന്നൊക്കെ കഞ്ചി പിടിച്ചത്. അയാൾ അന്നെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും, അയാളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും. വല്ലാത്തൊരു ഷെയ്ഖ് തന്നെ എൻ്റെ ഷെയ്ഖ്. ഈ കോലത്തിലൊക്കെ ഔത്തുനിന്ന് കൊണ്ട് വരണമെങ്കിൽ നല്ലോ ഔത്തിക്കാണ്ട് കൊടുത്തിട്ടുണ്ടാവും. വല്ലാതെ ഇങ്ങനെ വരൂല. നല്ല ത്വരീഖത്തും കള്ളത്വരീഖത്തും ഇടയിലുള്ള വ്യത്യാസം ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നല്ല ത്വരീഖത്തുകാരിൽ നിന്ന് ചീത്ത വാക്ക്, ചീത്ത പ്രവൃത്തി, ചീത്ത ഉദ്ദേശം ഉണ്ടായിരിക്കുകയില്ല. ചീത്ത ത്വരീഖത്തിൽ നിന്ന് ചീത്ത വാക്ക്, ചീത്ത പ്രവൃത്തി, ചീത്ത വിശ്വാസം, തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലത് ഏത്, ചീത്ത ഏത്. ഇനിയിപ്പോ ആ കിതാബിലേക്കൊന്നും പോവണ്ട, നമ്മളെല്ലാരും എന്നും ഓതണല്ലേ മങ്കൂസ് മൗലിദ്. അതിന്റെ 2ാമത്തെ ഹദീസ് ഒന്ന് ഓതി വെക്കാണ്. അതിന്റെ അവസാനം കാണാം. ഫളറബഹൽ മഖാദു ലൈലത്തൽ ഇത്നൈനി സാനി അശറ മിൻ ശഹരി റബീഉൽ അവ്വലി വവലദത് സ്വബീഹതഹാ നബിയ സഖലൈൻ. എങ്ങനെ ഒന്നുകൂടി? വവലദത്ത്, ആമിന ബീവി പ്രസവിച്ചു, സ്വബീഹതഹാ, ആ രാത്രിയിലെ സുബഹിയിൽ പ്രസവിച്ചു, നബിയ സഖലൈൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ സുബഹിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചത് എന്ന് മങ്കൂസ് മൗലിദ് ഓതുണ്ട്. ആ സുബഹി ഏതാണ് എന്ന്, എപ്പോഴാണ് എന്നുള്ളത്, ആ സ്വബീഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവ്വലുൻ നഹാറിനാണ് സ്വബീഹത്ത് എന്ന് പറയാം. അത് അതിന്റെ ശറഹുകളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ മതി. അപ്പൊ സുബഹി കഴിഞ്ഞ ഉടനെയാണ്, സുബഹിന്റെ ഉടനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം സംഭവിക്കുന്നത്. ഇത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞതല്ലേ? അതുപോലെ മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്, അതേ നിലപാട് തന്നെ മങ്കൂസ് മൗലിദിന്റെ രചയിതാവിനുള്ളത്. ഇതൊക്കെ ഇനി പറഞ്ഞു തരണോ?
അപ്പം മജീദ് ഓലിയരെ ഒരു സംശയം ചോദിക്കാണ്, നിങ്ങൾ അതിന് മറുപടി പറയുമല്ലോ അല്ലേ? ഈ ബുഐദൽ ഫജ്രി ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഖബുലൽ ഫജ്ർ ആണ് എന്ന് ഇത്രയും കാലം ഈ അസഹായ അഭിപ്രായം നിങ്ങൾ കണ്ടു പഠിച്ചിട്ട് എന്തിനാണ് ഈ വിശ്വാസികളെ ഖബുലൽ ഫജ്റിലേക്ക് കൊണ്ടുപോയത്? അതിനൊരു മറുപടി തരൂ. ആരാണ് അതിന് ഖബുലുൽ ഫജറിലേക്ക് കൊണ്ടുപോയത്? ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതിൽ ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ എല്ലാം കൂടി നോക്കിയിട്ട് അവർ പറഞ്ഞു ബുഐദൽ ഫജർ, ഫജറിന്റെ തൊട്ടുടനെയാണ്. എന്നാലോ അതല്ല സുബഹിന്റെ മുമ്പാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അത് വേറോട് സാഹ് പറഞ്ഞല്ലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഇങ്ങനെ അഭിപ്രായം ഉണ്ട് എന്നൊക്കെ. ആ കൂട്ടത്തിൽ ഇതൊരു അഭിപ്രായം ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ അസഹാണ് എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. അതെ. പിന്നെ ഇപ്പൊ പറഞ്ഞ സുബഹിന്റെ മുമ്പ് ചൊല്ലുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത് ഈ മങ്കൂസ് മൗലിദിൽ തന്നെ കണ്ടില്ല നിങ്ങൾ? ആ സമയം പ്രസവവേദന, പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അത് സംഭവിക്കുന്നത് സുബഹിയുടെ മുമ്പാണ്, പ്രസവം നടക്കുന്നത് സുബഹിയുടെ തൊട്ടുടനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സമയം സുബഹിന്റെ മുമ്പ് ഒരുമിച്ച് കൂടി അതിങ്ങനെ ചൊല്ലി സുബഹി കൊടുത്ത ഉടനെയാണ് പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യല്, അതിന്റെ ബാക്കിയുള്ള ദുആവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവല്. അപ്പൊ സുബഹിന്റെ മുമ്പ് തന്നെ തുടങ്ങൂത് എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിന്റെ മുമ്പ് തന്നെ പ്രസവിച്ചു എന്നിപ്പോ ആ സുബഹിന്റെ മുമ്പ് നിങ്ങൾ കാലാകാലം ചെയ്യണ്ട് എന്ന് കരുതിയാണ്ട് അങ്ങനെ തന്നെ ആവണോ? അത് അതിന്റെ മുമ്പ് തുടങ്ങിയ അമിന ബീവി മഹാദു എന്ന് കേട്ടില്ല നിങ്ങള്, കണ്ടില്ല നിങ്ങള്? അത് മങ്കൂസ് മൗലിദും ചൊക്കിനും ഓതൂല, അതുകൊണ്ടാണ് ഒക്കെ സംഭവിച്ചത്. എന്താണ് നാണയക്കങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാനത് എന്റെ നേരെ തൊട്ട് മുമ്പുള്ള വോയിസിൽ പറഞ്ഞില്ലേ. പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത് സുബിയുടെ മുമ്പാണ്. അങ്ങനെ സുബിയുടെ തൊട്ടു ശേഷമാണ് അവിടുത്തെ ജനനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സുബീന്റെ മുമ്പ് തന്നെ ഒരുങ്ങി ഈ മൗലിദുകൾ ചൊല്ലുന്നു. അതിനെന്താ കുഴപ്പം? പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇബ്നു അബ്ദുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അസഹായപ്രായം സുബീന്റെ തൊട്ടുടനെയാണ്. അപ്പൊ പേരോട് ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല എന്ന് മനസ്സിലായോ? ഇബ്നു അബ്ദുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോടാണോ നിങ്ങളിപ്പോ ഈ ചോദിക്കണത്? അപ്പൊ ഞങ്ങള് ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങളോട് ചോദിക്കാണ്, ഇനിയിപ്പോ ഞങ്ങള് സുബീന്റെ ശേഷമാണോ ചൊല്ലേണ്ടതെന്ന് അവരോടാ ചോദിക്കണേ. അവര് കിതാബിൽ എഴുതി വെച്ചല്ലേ, അവരെ കിതാബൊന്ന് മറച്ചോക്ക്. എന്ന് മാത്രല്ല അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് അവിടെ എഴുതുന്നു, സ്വബീഹത്ത് എന്ന് പറഞ്ഞ അവ്വലുൻ നഹാർ. അപ്പോഴാണ് അപ്പൊ അതിനെ സംബന്ധിച്ച് ഇമാമിയങ്ങൾ, ഡസക്കണക്കിന് ഇമാമിയങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ അഭിപ്രായം ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായം ഇമാം ബർസഞ്ചി അവരുടെ അൽ കൗകബുൽ അൻവർ എന്ന് പറയുന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം തുർമുദി തങ്ങളുടെ ശമാഇലുൽ മുഹമ്മദിയ്യ, അതിനൊരു ശറഹുണ്ട്, അസ്റഫുൽ വസാഇൽ ബി ശറഹി ശമാഇൽ, അതിലും ഇതേ വിഷയം കാണാം. അങ്ങനെ എത്ര അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്ര കിതാബുകളിലുണ്ട്. അപ്പൊ അതാണ് മൂല്യരത്തിന്റെ തൊട്ടുമുകളിലെ വോയിസ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഈ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അസഹായ അഭിപ്രായം മൂടി വെച്ചുകൊണ്ടാണോ കഴിഞ്ഞ കാല ഉലമാ മുഴുവനും സുബഹിന്റെ മുമ്പാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് എന്ന ഈ വിവരം ഈ സമൂഹത്തിന് മുഴുവൻ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുബഹിന്റെ മുമ്പ് മൗലിദ് പാരായണം നടത്തുകയും മാത്രവുമല്ല സുബഹിന്റെ മുമ്പ് നിങ്ങൾ എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ തഹജ്ജുദിന് വലിയ പുണ്യമുണ്ട്. സുബഹിന്റെ തൊട്ട് മുമ്പ് എണീച്ചുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയം കൂടിയാണത്. അതിനെ കൂടി ബഹുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾ ഖബറിലേക്ക് എത്തുമ്പോൾ ആദ്യമായി നിങ്ങളെ അടുത്തേക്ക് വരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് മുത്തുനബി തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് ഞാൻ ആ സമയത്തെ ബഹുമാനിച്ച് മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് ഞാൻ ആ സമയത്തിൽ എണീറ്റു, സുബഹിന്റെ മുമ്പ് എണീറ്റു എന്ന നിയ്യത്തിന് കാരണം കൊണ്ട് നിങ്ങളെ അടുക്കൽ ആദ്യമായി വരുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കുമെന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസഹായ അഭിപ്രായം ഇവരാരും കണ്ടിട്ടില്ലായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അസഹായ അഭിപ്രായം ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത്
നിങ്ങളെ മൗലാനയിൽ നിന്നാണ്. നിങ്ങളെ മൗലാനയിൽ നിന്നൊരു വിഷയം ഇപ്പോൾ കേൾക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് സ്വന്തത്തിലും ചിന്തിക്കേണ്ടതുണ്ട്, മറ്റൊന്ന് പണ്ഡിതന്മാരുമായി ആലോചിക്കേണ്ടതുമുണ്ട്. രണ്ട് നിലക്കും ആലോചിക്കാതെ അത് വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമിങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ മൗലാന പ്രസംഗിച്ചത്. പക്ഷെ അതെന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല. അതാണ് ഞാൻ ഇന്നലെ ഫൈസലിനോട് പറഞ്ഞത്. ആ നൗഷാദിനെ അല്ലെങ്കിൽ കുഞ്ഞാമീനെ അല്ലെങ്കിൽ സമദിനെ കൊണ്ടുപോവാ, നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ കിതാബ് പറഞ്ഞു നോക്കുമ്പം നിങ്ങളെ പണ്ഡിതന്മാരോട് ചോദിച്ചേണ്ടതുണ്ട്, വിശദീകരണം തേടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പിന്നെ ആദ്യം തന്നെ ആ ചങ്ങാമാരോട് കൊണ്ടുവന്ന പോരെ, എന്നാ ഇവിടെ ചർച്ച ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതാ ഞാൻ പറഞ്ഞേ എന്ന് മാത്രല്ല, എന്നിട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ശേഷം പറയുന്നുണ്ട്, ഫമൻ അത്ലഖ അന്നഹു ഉലിദ ലൈലൻ, രാത്രിയിലാണ് അവരെ പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുന്ന ആളുകൾ അറാദ ബില്ലൈലി, രാത്രി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് മാ ഖബ്ല തുലൂഇ ശംസി, തുലൂഉൽ ഫജ്ർ അല്ലട്ടോ, തുലൂഉ ശംസിന്റെ മുമ്പുള്ള ഒരു സമയത്തിനേക്കാരം അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ സൂര്യ ഉദിക്കണേന്റെ മുമ്പുള്ളതിനൊക്കെ രാത്രി എന്ന് പറയും. അതേ സമയത്ത് നമ്മൾ ഇസ്ലാമിൽ നമ്മൾ മാനദണ്ഡാക്കല് സുബഹി ബാങ്ക് കൊടുക്കുന്നതോട് തുലൂഉൽ ഫജ്റോട് കൂടി ഏതായി നഹാർ തുടങ്ങി. അതുകൊണ്ടാണല്ലോ നമ്മൾ റമദാനില് നഹാറിലാണല്ലോ സൗമ്. അപ്പം ബാങ്ക് കൊടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്ലാമിൽ നമ്മൾ മാനദണ്ഡാക്കല് തുലൂഉൽ ഫജ്റാണ്. അതേ സമയത്ത് ഈ രാത്രിയിലാണ് അവരെ പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആളുകളുടെ ഉദ്ദേശം ചിലപ്പം എന്തായേക്കാം, ആ രാത്രി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് മാ ഖബ്ല തുലൂഇ ശംസി, കണ്ടില്ലേ, സൂര്യോദയത്തിന്റെ മുമ്പുള്ള സമയത്തായിരിക്കും അവരുദ്ദേശിച്ചത്. അത് സൂര്യോദയത്തിന് മുമ്പാവുമ്പം ഫജറിന്റെ ശേഷമുള്ളതിനും എന്തെന്ന് പറയാം, ഇവർ ഈ പറഞ്ഞതനുസരിച്ച് ലൈൽ എന്ന് പറയാം, അങ്ങനെ ആയിരിക്കാം. ഔ അറാദ മജാസൽ മുജാവറ, അല്ലെങ്കിൽ മുജാവറത്തിന്റെ മജാസ് എന്ന നിലക്ക് പറഞ്ഞതായിരിക്കും രാത്രി എന്ന് പറഞ്ഞാൽ സുബഹിന്റെ തൊട്ടുടനെയാകുമ്പം രാത്രിയോട് അൽബക്കം കെട്ടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ അത്. അപ്പം മുജാവറത്ത് മജാസ് പറഞ്ഞിട്ട് മജാസിന്റെ അലാക്കത്ത് പറഞ്ഞോടത്ത് പറയണ്ടേ, അതിന്റെ അലാക്കത്ത് മുജാവറത്താണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയണ്ടേ. അപ്പൊ മുജാവറത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം വെച്ച് രാത്രി എന്ന് പറഞ്ഞതാ. സുബഹിക്ക് തൊട്ടു ശേഷമുള്ള സമയത്തിനെ രാത്രിയോട് അൽബക്കം കെട്ടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ആ ഒരു മജാസ് മുജാവറത്ത് എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. അപ്പോ ഇത് നമ്മൾ വെറുതെ പറയല്ല. അതെ, റമദാനിൽ നമ്മൾ സുബൈക്ക് ശേഷം, അത് ഫജറിന് ശേഷം ബാങ്ക് വിളിച്ചാൽ ഉടനെ നമുക്ക് ഫജറായി എന്നതാണ്. ആ നിലക്കാണെങ്കിൽ ഈ അസഹായ അഭിപ്രായം മൂടി വെച്ചുകൊണ്ട് ഇത്രയും കാലം ഇത് പറയാതെ, ഈ അസഹായ അഭിപ്രായം പറയാതെ സുബൈന്റെ മുമ്പാണ് മുത്തുനബി തങ്ങളെ പ്രസവിക്കപ്പെട്ടത് എന്ന ചില അഭിപ്രായങ്ങൾ എന്നാണ് താങ്കൾ പറയുന്നത്. ചില അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ഇത്രയും കാലം പിന്നെന്തിനാണ് സുബൈന്റെ മുമ്പാണെന്ന് പ്രസംഗിച്ചത്? അതാ ചോദ്യം. എന്തിനാ താണിയൊക്കെ ഇങ്ങനെ കടന്നു ഉരുളണത്? ഞാൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഇബാറത്താണ് ഇപ്പൊ പറഞ്ഞത്. ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞതിനെയാണല്ലോ നിങ്ങൾ വിമർശിച്ചത്. പേരോട് ഉസ്താദ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ അഭിപ്രായ പറഞ്ഞേ, അവിടെ പ്രസംഗിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടില്ല നിങ്ങള് അഭിപ്രായ വ്യത്യാസമുണ്ട്, സുബഹിക്ക് തൊട്ട് മുമ്പാണോ അതല്ല തൊട്ട് ഉടനെയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതില് അസഹാഭിപ്രായം, അതെ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദ്ഹബിലെ വലിയ നമ്മള് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പണ്ഡിതനല്ലേ, അവര് അസഹാഭിപ്രായം പറഞ്ഞത് സുബഹിന്റെ തൊട്ടുടനെ എന്നാണ്. എന്താ അതിനെന്താ പ്രശ്നം? പേരോടുത്താ പറഞ്ഞതിനാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇവിടെ മുറിച്ചോടന്നിട്ടാണ്ട് ചർച്ച ചെയ്യാൻ കുത്തർന്നത്. അതാ പറഞ്ഞത്. അത് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതാണ്. ഇമാം ബർസഞ്ചി തങ്ങൾ പറഞ്ഞതാണ്. അസ്റഫുൽ വസായിൽ ബി ശമാഇൽ തുർമിദിയിൽ പറഞ്ഞതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ പറഞ്ഞതാണ്. ഇബ്നു അസാക്കിർ തങ്ങൾ അവിടുത്തെ താരീഖ് ദിമഷ്കിൽ പറഞ്ഞതാണ്. ഇനി എത്ര കിതാബ് വേണം? എത്തിനാ വെറുതെ കടന്നു ഉരുളണേ? ഹേയ്, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അങ്ങനെ മജാസൻ നിലക്കാണ് ആ രാത്രി എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണെങ്കിൽ ഇത്രയും കാലം ആ മജാസൻ നിലക്കുള്ള അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണോ
രാത്രിയിലാണ് മുത്തുനബി തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് രാത്രി എന്ന് പറഞ്ഞാൽ സുബൈക്ക് തൊട്ട് മുമ്പുള്ള സമയത്താണ്, സുബഹിയോടടുത്ത സമയം എന്ന് പറഞ്ഞത്. അപ്പൊ സുബൈന്റെ തൊട്ട് മുമ്പ് എന്നാണ് അതിനെ മുഴുവൻ പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്രയും കാലം. ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായി പറഞ്ഞു, ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ വരെ നമ്മളൊക്കെ മൗലിദ് ഓതിയത് സുബഹിന്റെ മുമ്പാണ്. എന്തേ സുബഹിക്ക് ശേഷം ഓതിയാൽ കഴിക്കുവോ? ആ പേരും പറഞ്ഞ് സുബഹിന് ശേഷം ഓതിക്കൂടായില്ലേ? മുത്തുനബി തങ്ങളെ പ്രസവിച്ചത് സുബൈക്ക് ശേഷമാണ്, അസഹ്യ അഭിപ്രായം. അതുകൊണ്ട് ഇനി നമ്മൾ സുബൈക്ക് ശേഷമാണ്. അതൊക്കെ പ്രായം എന്ന കാരണവന്മാരോട് പറഞ്ഞ ചവിട്ടകുറ്റി അടിക്കുന്നുണ്ട് തെരുങ്ങൾക്കൊക്കെ. എന്താ നാണിയൊക്കെ നിങ്ങൾ ഇങ്ങനെ? ഞാൻ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഫമൻ അത്ലഖ അന്നഹു ഉലിദ ലൈലൻ അറാദ ബില്ലൈലി മാ ഖബല തുലൂഇ ശംസി ഔ അറാദ മജാസൽ മുജാവറത്തി, ഇതൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ചെന്നില്ലേ? ഇത് വെറുതെ കിതാബിൽ ഇല്ലാത്തതല്ല, ഇത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തന്നെ കിതാബിലുള്ളതാ. അതുപോലെ ഇമാം ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അൽ കൗകബുൽ അൻവറിലുള്ളതാണ്. ഇങ്ങനെ ഈ കിതാബുകളിലൊക്കെ ഇതുണ്ട്. ഇനി വേറെയും കുറെ കിതാബുകളിലുണ്ട്. മങ്കൂസ് മൗലിദിന്റെ സറവെടുത്തോക്ക് ഇതേ വിഷയം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ ഉരുണ്ടി കളിച്ചണേ? ഇത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതല്ലേ? ആ പറഞ്ഞ വിഷയമല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞേ? ഇവിടെ അതാണല്ലോ നിങ്ങൾക്ക് വിഷയം. പേരോട് ഉസ്താദ് പറഞ്ഞതല്ല, അത് കിതാബിലുള്ളതാന്നാ ഞാൻ പറഞ്ഞേ. ഇനി വേറെ നിങ്ങൾ എന്ത് അതിന് പറഞ്ഞാലും ഇത് കിതാബിലുള്ളതാ. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതാ, ഇമാം ബർസഞ്ചി തങ്ങൾ പറഞ്ഞതാ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ പറഞ്ഞതാ, ഇബ്നു അസാക്കിർ തങ്ങൾ അവിടുത്തെ താരീഖ് ദിമഷ്കിൽ പറഞ്ഞതാ. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞേ. ഈ പേരോട് ഉസ്താദ് പറഞ്ഞേ നിങ്ങള് അതിനെ വിമർശിച്ച് വഹാബിയാക്കുകയാണെങ്കിൽ ഇവരൊക്കെ നിങ്ങൾ വഹാബിയാക്കണ്ടേ? എവിടുന്ന നിങ്ങളൊക്കെ നീച്ചേരണേ? എന്തിനാ നാണയൊക്കെ ഇങ്ങനെ കടന്നു വരില്ലണേ? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആ നേരത്തെ മങ്കൂസ് മൗലിദിൽ ഉള്ള വിഷയം നേരത്തെ മുകളിൽ പറഞ്ഞതല്ലേ? പിന്നെ നിങ്ങൾ അതന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കണം എന്തിനാ? വെറുതെ എന്തിനാ മേത്തേക്ക് ചളി തെറിപ്പിച്ചണേ? അതൊന്നുകൂടി കേട്ടാളേ. ഫളറബഹൽ മഖാദു ലൈലത്തുൽ ഇസ്നൈനി സാനി അശറ മിൻ ശൈരി റബീഉൽ അവ്വലി വവലദത് സ്വബീഹതഹാ നബിയ്യ സഖലൈൻ. അവിടെ പറഞ്ഞില്ലേ, സുബഹിന്റെ മുമ്പാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹാ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. സുബിയുടെ തൊട്ടുടനെ അവിടുന്ന് ജന്മം നൽകി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനാവാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ചെല്ലുന്നു. അങ്ങനെ സുബിയുടെ തൊട്ടുടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കുന്നു. ഇതാണ് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത്. അതേ സമയത്ത് സുബഹിന്റെ മുമ്പാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഇല്ല എന്ന് ഇവിടെ ആരെ പറഞ്ഞേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ വെറുതെ കടന്ന് ഉരുളുടെ വീണിക്കണ് ചളി ആയിക്കണ്? ഇവല്ല നീച്ച് പാഞ്ഞാളി. വെറുതെ എന്തിനാ ഇങ്ങനെ ചളിയിൽ കടന്ന് ഉരുളണേ?